കൂട്ടുകാരെ അന്നേരം വീണ്ടും വീണ്ടും വേറെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ഒന്നല്ല കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ കാപ്പിൽ ബീച്ചിലെ കാഴ്ചകൾ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ കാപ്പിൽ ബീച്ച് ഞാൻ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നേരെ വർക്കലയിലോട്ട് വന്നു. വർക്കല പാപനാശത്തിലോട്ട് വന്നു. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അന്യായ ചൂടാണ്. അപ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നേരെ കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനലും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഹൈപ്പ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. കേരളത്തിലെ ഏറ്റവും മനോഹരമായ തീരദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബീച്ച്. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കടലും മലനിരകളും കായലും ഒരുമിച്ച് കാണാൻ കഴിയുന്ന അപൂർവ ഭൂപ്രകൃതി. വർക്കല ബീച്ചും അതിന് സമീപമുള്ള കാപ്പിൽ ബീച്ചും, അതായത് നമ്മൾ കുറച്ച് മുന്നേ പോയത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് വന്നിട്ട് പോകുന്നവർക്ക് കിട്ടുക. കാപ്പിൽ ബീച്ച് ചെന്നപ്പോൾ അവിടെയും നല്ല ചൂടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഉച്ച സമയത്ത് പോയി കഴിഞ്ഞാൽ നോർമലി ചൂടായിരിക്കുമല്ലോ. അങ്ങനെ അവിടുന്ന് വന്നപ്പോൾ നിണ്ട് ഇവിടെയും നിണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആണെങ്കിൽ അധികം ആൾക്കാരൊന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പം നിണ്ട് ശോകമായിട്ട് കിടക്കുകയാണ് ബീച്ചൊക്കെ. ഇനിയിപ്പോൾ ഒരു 4-5 മണിയൊക്കെ ആവും ആൾക്കാരൊക്കെ വരണമെങ്കിൽ. എന്തായാലും ഞങ്ങൾക്ക് ചിലപ്പോൾ ഒത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സൂര്യാസ്തമയമൊക്കെ കാണാൻ വേണ്ടി നിൽക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പൊടിയും തട്ടി ഇവിടുന്ന് പോകും. കൂട്ടുകാരെ, അങ്ങനെ നമ്മളിപ്പോ തന്നെ വർക്കല ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം കാപ്പിൽ ബീച്ചിലായിരുന്നു, അവിടെ പോയി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ വർക്കല ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അന്യായ വെയിലാണ്, വേറെ രക്ഷയില്ല. കണ്ണ മഞ്ഞളിച്ച് പോവാണ്. നമ്മൾ ഇവിടെയൊക്കെ വർക്കല ബീച്ചിൽ നല്ല ഏത് ബീച്ചിൽ പോകുന്നില്ല, ഏകദേശം 5 മണി 6 മണി കഴിച്ചിട്ട് വരാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ നമുക്ക് കുറച്ച് ലോങ് കൂടുതലാണ്. നമ്മളിപ്പോൾ കൊട്ടാരക്കരയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ലോങ് കൂടുതലായിട്ട് നമുക്ക് ലേറ്റ് ആവും പോകാനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ വന്നത്. ആദ്യം കാപ്പിൽ ബീച്ചിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അന്യായ വെയിലും കാര്യങ്ങളും, പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ വർക്കല ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ ഒരു 5 മണി 6 മണിക്ക് ശേഷം പറഞ്ഞു കേട്ടോ, നല്ല പൊളി വൈബായിരിക്കും. ഇവിടെ ആണെങ്കിൽ വർക്കല ബീച്ചിൽ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ നൈറ്റാണ് ഇവിടുത്തെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലൈറ്റും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൂര്യാസ്തമയം. പിന്നെ അടുപ്പം തന്നെ നോക്കിയാൽ നല്ല തിരമാലയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നല്ല തിരമാലയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ആൾക്കാരൊക്കെ ഇതിന്റെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ 2-3 പേരൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ആൾക്കാർ പിന്നെ ഇങ്ങനെ വരുന്നത്. ഇനിയിപ്പോ ഞങ്ങളും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പോവാണെങ്കിൽ സൂര്യാസ്തമയം കണ്ടിട്ട് പോകണം, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ അങ്ങ് പോയി. ഇനിയിപ്പോ ക്ലിഫിൽ പോകണം, ക്ലിഫിലെ കാഴ്ചകളൊക്കെ ഉണ്ട് കാണണം. അപ്പം നമുക്ക് ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണാം എന്തായാലും. ഓക്കെ, നമ്മളിപ്പം കാണുന്നത് വർക്കല ക്ലിഫിലെ ആകാശ കാഴ്ചയാണ്. ഇവിടെ പകൽ വരുവാണെങ്കിൽ നമുക്ക് അത്ര സൂഹിക്കത്തില്ല. പക്ഷേങ്കിൽ രാത്രിയിലാണ് ഇവിടുത്തെ പൊളി വൈബ് എന്ന് പറയുന്നത്. ഫുള്ള് കളർഫുൾ ലൈറ്റുകളും ആൾക്കാർ ഏറ്റവും കൂടുതൽ രാത്രിയിലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് പിന്നെ രാത്രി കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല. അല്ലെ പിന്നെ ഇവിടെ റൂമൊക്കെ എടുത്ത് എങ്കിലേ നമുക്ക് രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് കുറച്ച് ലോങ്ങിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ കുറച്ച് പാടാണ്, ബുദ്ധിമുട്ടാണ്. രാത്രി തിരിച്ചുപോക്കും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. രാത്രിയിലാണ് ഇവിടെ പൊളി വൈബ്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആണെങ്കിൽ ഡാൻസും പാട്ടും അങ്ങനെ മൊത്തത്തിലൊരു തകർപ്പൻ വൈബായിരിക്കും നമുക്കിവിടെ. എന്തായാലും എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ രാത്രി വരണം. ഒന്നെങ്കിൽ ഇവിടെ റൂം എടുത്തുണ്ടോ, അല്ലെങ്കിൽ അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു ദിവസം വന്ന് ഇവിടുത്തെ നൈറ്റ് വിഷ്വലും കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തണമെന്നൊരാഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ നടക്കുമായിരിക്കും. എന്തായാലും ഒന്ന് നോക്കണം എന്തായാലും. ഇവിടെ ആണെങ്കിൽ ഇപ്പം നിൻ്റെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. അങ്ങനെ രണ്ട് ഇവിടെ നിന്നിട്ട് പാരാഗൈഡൊക്കെ നടക്കുന്നുണ്ട്. പൊളിയാണ് കേട്ടോ. ജീവിതത്തിൽ കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ കയറാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു കഴിഞ്ഞാൽ നോക്കിയാൽ ഇപ്പോൾ വൈഫിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കയറണം എന്നൊക്കെ. പക്ഷേ ഇത് ഒന്നും പറ്റിയൊന്നുമില്ല. ഇത് പക്ഷേ രസമുണ്ട് കേട്ടോ, കൊള്ളാം, പൊളിയാണ്. ഞാനിപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ 2 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിത് കാണാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇത് കാണാൻ പറ്റിയത്. അന്നേരം കൂട്ടുകാരെ, നമ്മളതിന്റെ വർക്കല ബീച്ചിൽ, അതായത് പാപനാശത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരമാലയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ റോപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. എന്നുണ്ടോ, അത്യാവശ്യം നല്ല തിരമാല അടിക്കുന്നത്. ഒരു 3 മണി ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഏകദേശം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അത്ര വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം ഒരു 6 മണി 7 മണിക്ക് ഘടിപ്പിച്ചൊക്കെ വരുവാണെങ്കിൽ പൊളിയായിരിക്കും. ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് നല്ല സെറ്റപ്പ് ആയിരിക്കും. ഇപ്പം തന്നെ അധികം ആൾക്കാരൊന്നുമില്ല. ആൾക്കാരൊക്കെ തന്നെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല, രസമുണ്ട്, എൻജോയ് ചെയ്യാം.
ഇനിയിപ്പോൾ നമുക്ക് തോന്നുന്നു അവിടെ വർക്കല ക്ലിഫിൽ പോകണം. അപ്പോൾ നമ്മൾ താഴെ ബീച്ചിലാണ് നിൽക്കുന്നത്. ഇപ്പം വർക്കല ബീച്ചിലൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും പൊളി വൈബാണ് കേട്ടോ, നമുക്കൊന്നും പറയാനില്ല. രസമാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ മിനി ഗോവ എന്നറിയപ്പെടുന്നത് നമ്മുടെ വർക്കല ബീച്ച് തന്നെയാണ്. ഞാൻ അപ്പുറത്ത് കാപ്പിൽ ബീച്ചിന് പോയായിരുന്നു, പക്ഷെ അവിടെ നല്ല വെയിലാണ്, മൊത്തത്തിൽ വെയിലാണ്ട് ഒരു ശോകാവസ്ഥയായിരുന്നു. ഇവിടെ വന്നപ്പം ഇത് അതിന്റെ ബാക്കി വെയിലാണ്. അതുകൊണ്ട് അവിടെ ഒരു ചേട്ടൻ കുറേ നേരമായിട്ട് ഇരുന്നിട്ട് എന്തൊക്കെയോ പറക്കുന്നുണ്ട്. ഈ മറ്റേ ശംഖാണോ അതോ ഈ കക്ക പോലത്തെയാണ് എന്താണെന്നൊരു പിടുത്തമില്ല. ഓരോ തിരമാല അടിക്കുമ്പോഴും പുള്ളി എന്തൊക്കെയോ ചാടി പറക്കുന്നുണ്ട്. കുറേ സമയം കൊണ്ട് പുള്ളി തുടങ്ങിയതാണ്, എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പം നേടെ ബീച്ചിലേക്ക് അത്യാവശ്യം ആളൊക്കെ കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴാണെങ്കിൽ ആകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് 5-6 പേരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആൾ കൂടും സൂര്യാസ്തമയം കാണാനൊക്കെ, വെയിലൊക്കെ കുറയല്ലോ. കൂട്ടുകാരെ, അപ്പം വർക്കല അതായത് പാപനാശം ബീച്ചിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് വർക്കല ക്ലിഫിലോട്ടാണ്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൂടെ കാണാം. അങ്ങനെ നമ്മൾ വർക്കല ക്ലിഫിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇതുവഴി നടന്ന് നമുക്ക് താഴെ പാപനാശത്തിലോട്ട് പോകാം. പിന്നെ അതുവഴി അപ്പുറത്തോട്ട് റോഡും ഉണ്ട്, അങ്ങനെ കറങ്ങി വേണമെങ്കിലും വരാം. പക്ഷേ ഇതുവഴി ഇടയ്ക്കൂടെയുള്ള കാഴ്ചയൊക്കെ കണ്ടു പോകാൻ കൊണ്ടാണെങ്കിൽ ഇതുവഴി നമ്മൾ നടന്ന് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. നമ്മൾ വരുന്ന വാക്കിന് താഴെ പോയിട്ട് പാപനാശത്തിൽ പോയിട്ട് അവിടെ കറങ്ങി അടിച്ചിട്ട് നേരെ തിരിച്ച് ഒരു അസ്തമയ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് മേളിൽ ഇവിടെ ക്ലിഫിൽ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് അസ്തമയം കാണാൻ കൊണ്ട് ഒന്നുകൂടെ നമുക്ക് നല്ലതായിരിക്കും. കൂട്ടുകാരെ, അന്നേരം ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ അസ്തമയം കാണാൻ പറ്റത്തില്ല. ഇനിയിപ്പം അത് വേറൊരു ദിവസം വരണം. അന്നേരം ഇതൊക്കെയാണ് വർക്കല ക്ലിഫിലെയും അതുപോലെ തന്നെ പാപനാശത്തിലെയും കാഴ്ചകളൊക്കെ. അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് കൂടെ ചെയ്യുക. അന്നേരം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ എല്ലാവർക്കും ബൈ.